ഷെയർ മാർക്കറ്റിൽ ശരിക്കും രണ്ട് ആക്ടിവിറ്റീസേ മെയിനായിട്ട് നടക്കുന്നു. ഒന്ന് ബൈയിങ്, മറ്റൊന്ന് സെല്ലിങ്. ഇതിൽ പവർ കൂടുതൽ ആർക്കാണുള്ളത്? ആ ആളുടെ ഒപ്പം നമ്മൾ നിൽക്കുക എന്നതിനപ്പുറം മറ്റൊന്ന് നമ്മൾ ട്രേഡിംഗ് ടൈമിൽ ഇൻട്രാഡേ ഓപ്ഷൻ ബൈയിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അപ്പോൾ ഒരു ചാർട്ടിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും എവിടെയാണ് ബയർ, എവിടെയാണ് സെല്ലർ. അത് ചാർട്ട് നമുക്ക് പറഞ്ഞു തരും. ചാർട്ട് നോക്കിയിട്ട് അത് ഐഡന്റിഫൈ ചെയ്യുകയും പ്രൈസ് വാങ്ങിയ വിലയിലേക്ക് എത്തുമ്പോൾ വീണ്ടും അവിടെ നിന്ന് വാങ്ങൽ നടക്കും എന്ന ഒരു ഉറപ്പ് നമുക്ക് കിട്ടിയിട്ടാണ് നമ്മൾ ഒരു ബൈ ആൻഡ് ട്രേഡ് എടുക്കേണ്ടത്. ആ ഉറപ്പ് നമുക്ക് എങ്ങനെ കിട്ടും? തൊട്ടു മുമ്പ് നടന്ന ആക്ടിവിറ്റിയും ഒപ്പം ഹൈ പ്രോബബിലിറ്റി ഉള്ളതുമായ ഒരു പാറ്റേൺ, ഒരു ട്രേഡിംഗ് രീതി നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴും അത് സക്സസ് ആവത്തില്ല. പക്ഷേ എടുക്കുന്ന ട്രേഡുകളിൽ 10 എണ്ണത്തിൽ 8 എണ്ണവും സക്സസ് ആവുന്ന ഒരു ഹൈ പ്രോബബിലിറ്റി ട്രേഡിംഗ് രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഷെയർ മാർക്കറ്റിൽ നിന്നും കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് കിട്ടും. ഇൻ മിഡിലിൽ നമുക്ക് വരുന്ന പല ഇമോഷൻസും ട്രേഡ് എടുക്കാനുള്ള ടെംപ്ടേഷൻ നമുക്ക് തോന്നിപ്പിക്കും. അപ്പോൾ ട്രേഡ് മിസ്സാകുമോ എന്ന ഭയത്താൽ ചിലപ്പോൾ നമ്മൾ ഒരു ട്രേഡ് എൻട്രി ചെയ്യാം. അവിടെ നമ്മൾ കൃത്യമായ കാൽക്കുലേഷന്റെ പുറത്തല്ല ട്രേഡ് ചെയ്യുന്നത് എന്നുള്ള വസ്തുത ആ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മറക്കുകയും ട്രേഡ് എടുത്തു കഴിഞ്ഞതിന് ശേഷം തെറ്റിപ്പോയി എന്ന തോന്നലുണ്ടായാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ മൈൻഡ് സെറ്റ് സമ്മതിക്കത്തുമില്ല. കാരണം എന്താ? നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ പൈസ നഷ്ടം വരുന്നത് നമുക്ക് ഇഷ്ടമല്ല, പൈസയെ നഷ്ടപ്പെടുത്താനും നമുക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കരുത്, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകരുത് എന്നുള്ള ആ ഒരു കാൽക്കുലേഷനിലും ആ ഒരു പിടിവാശിയിലുമാണ് നമ്മൾ ട്രേഡിന് ശേഷം ട്രേഡിംഗ് ടെർമിനലിന്റെ മുന്നിൽ ഇരിക്കുന്നത് എങ്കിൽ ഉറപ്പായും നമുക്ക് ട്രേഡിങ്ങിൽ മെച്യൂരിറ്റി ആയിട്ടില്ല, ട്രേഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയണം. പകരം ചെറിയ ലോസ് ബുക്ക് ചെയ്യുകയും പ്രോഫിറ്റ് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഹൈ പ്രോബബിലിറ്റി ഉള്ള ദിവസങ്ങളിൽ മാക്സിമം പ്രോഫിറ്റ് എടുത്തുകൊണ്ട് മാത്രം മാർക്കറ്റിൽ നിന്ന് പുറത്തു കടക്കാനും ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ഡിസിപ്ലിൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ കഴിയുന്ന ആ മെന്റൽ സ്ട്രെങ്ത് വന്നിട്ടുള്ള ആൾക്കാർ ട്രേഡിംഗ് സൈക്കോളജിയിൽ ഫിറ്റ്നസ് കിട്ടിയ ആൾക്കാരാണെന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഈ വസ്തുത മനസ്സിലാക്കാതെ ഒരു ടെക്നിക്കൽ അനാലിസിസിന്റെ പിൻബലത്തിലോ അല്ലെങ്കിൽ ഒരു സിംഗിൾ കൺഫർമേഷന്റെ പുറത്തോ നമ്മൾ എൻട്രി ചെയ്യുന്ന ഒരു ട്രേഡ് എപ്പോഴും നമുക്ക് സക്സസ് ആവണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് കൂടുതലും സംഭവിക്കുന്നത് ഒരു 5 ട്രേഡ് 10 എണ്ണത്തിൽ വിജയിച്ചാൽ പോലും നമ്മൾ നഷ്ടത്തിലാകുന്നതിന്റെ കാരണവും, അല്ലെങ്കിൽ 10 എണ്ണത്തിൽ 7 എണ്ണവും നമ്മൾ പ്രോഫിറ്റ് ക്ലോസ് ചെയ്തിട്ടും 3 എണ്ണമേ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയുള്ളൂ എങ്കിലും ഓവറോൾ നോക്കുമ്പോൾ നമുക്ക് നഷ്ടത്തിൽ വരുന്നുവെങ്കിൽ ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ അതിന്: നിങ്ങൾ ട്രേഡിംഗ് സൈക്കോളജിയിൽ ഫിറ്റ് ആയിട്ടില്ല. ആ ട്രേഡിംഗ് സൈക്കോളജിയുടെ ഫിറ്റ്നസിനെ വേണം നിങ്ങൾ ട്രേഡിങ്ങിനെ കാട്ടി കൂടുതൽ പ്രാധാന്യം പഠിക്കുമ്പോൾ കൊടുക്കാൻ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ലോങ് ടൈമിൽ ഒരു കൺസിസ്റ്റന്റ് പ്രോഫിറ്റ് ബുക്കിംഗ് നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിൽ നടപ്പാക്കാനും വിജയിക്കാനും കഴിയുള്ളൂ. ഈ ചാർട്ടിൽ കാണുന്ന വിറ്റ വില ഈ ഭാഗത്തും വാങ്ങിയ വില ഈ ഭാഗത്തുമാണെന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടുന്ന് നമ്മളൊരു ട്രേഡ് എടുക്കും. എങ്ങനെയാണ് ഇവിടുന്ന് ട്രേഡ് എടുക്കാൻ ഒരു പ്ലാൻ ഉണ്ടാക്കുക? ഇതിന്റെ സൈക്കോളജി എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ഏത് സെറ്റപ്പ് വരുമ്പോൾ, എപ്പോൾ കൺഫർമേഷൻ കിട്ടുമ്പോഴാണ് നമ്മളൊരു ട്രേഡ് അറ്റൻഡ് ചെയ്യേണ്ടത്? അങ്ങനെ അറ്റൻഡ് ചെയ്താൽ നമുക്കൊരു സേഫ് സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കാം? എവിടെയാണ് നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞതുപോലെ ചാർട്ടിൽ വാങ്ങിയ വിലയും വിറ്റ വിലയും ഉണ്ടാവും. ഇവിടെ ബൈയിങ്ങും സെല്ലിങ്ങും മാത്രമേ നടക്കുന്നുള്ളൂ. മറ്റൊരാക്ടിവിറ്റിയിലും നമ്മുടെ ശ്രദ്ധ പോകാൻ പാടില്ല. ഇവിടെ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഇവിടെ നിന്നും ശക്തമായ ഒരു സെല്ലിങ് സംഭവിക്കുകയും സെല്ലേഴ്സ് മാർക്കറ്റിലെ പ്രൈസിനെ താഴേക്ക് പുഷ് ചെയ്യുകയും ചെയ്യുന്നിടത്തൊക്കെ ചില സ്ഥലങ്ങളിൽ ബയേഴ്സ് ആ പ്രൈസിനെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇവിടെ അത് ഒരു തവണ സ്റ്റോപ്പായി. 2, ഈ ഒരു ഏരിയയിലും അത് സ്റ്റോപ്പായ ശേഷം ആ സെല്ലിങ് അതിശക്തമായി കണ്ടിന്യൂ ചെയ്യുകയും പ്രൈസ് സഡൻ ഫാളിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇവിടെ വന്ന് മാർക്കറ്റ് നിന്ന ശേഷം, മാർക്കറ്റ് സ്ലോ ആയതിനു ശേഷം ഇവിടെ ഒരു ബൈയിങ് നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇങ്ങനെ ബൈയിങ് നടന്നാൽ ഉടൻ തന്നെ നമുക്കൊരു ട്രേഡ് എടുക്കാൻ പറ്റുമോ? നോർമലി
ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, ഡിസിപ്ലിൻ ഇല്ലാത്ത, പെട്ടെന്ന് നമുക്ക് പൈസക്കാരനാവണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ ഈ ഒരു ബൈങ് പ്രഷർ കാണുമ്പോൾ ഇവിടുന്ന് ട്രേഡ് എടുക്കാൻ ഭയക്കും. കാരണം ഇനി ഇത് താഴേക്ക് ഇടിഞ്ഞാലോ എന്നുള്ള ഒരു ഭയമാണ് അവർക്കുണ്ടാവുക. ഈ ബൈങ് പ്രഷർ കണ്ടാലും അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഇത് താഴേക്ക് വരാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്ന് കരുതി തന്നെയായിരിക്കും പല ആൾക്കാരും ഇവിടുന്ന് ട്രേഡ് എടുക്കാൻ ഭയപ്പെട്ട് നിൽക്കുക. ശരിക്കും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾ ഇവിടെ എങ്ങനെയാണ് ഈ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ബൈങ്, സെല്ലിങ് ഇത് രണ്ടുമല്ലാത്ത മറ്റൊന്നിനെ കുറിച്ചും നമ്മൾ ഷെയർ മാർക്കറ്റിൽ ഈ ടെർമിനലിന്റെ മുന്നിൽ ട്രേഡ് ചെയ്യാനിരിക്കുമ്പോൾ ശ്രദ്ധിക്കരുത്. ഇവിടെ മാർക്കറ്റ് സ്റ്റോപ്പ് ആവുന്നു, ഇവിടെ ബൈങ് നടന്നു എന്നതിന്റെ പ്രൂഫാണ് ഈ 2 ക്യാൻഡിൽ വന്നത്. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ, പ്രൈസ് താഴേക്ക് വരുമ്പോൾ ഈ ബൈങ് നടന്ന ഈ വിലയിലാണ് ബൈങ് നടന്നത്. ആ വിലയുടെ അടുത്തേക്ക് പ്രൈസ് എത്തിയപ്പോൾ വീണ്ടും ഒരു ബൈങ് പ്രഷർ അവിടെ കാണും. അതിനുശേഷം വീണ്ടും പ്രൈസ് താഴേക്ക് വരുമ്പോൾ ആ താഴേക്ക് വരുന്നതിന്റെ ശക്തി തൊട്ടു മുമ്പ് വന്നതിനെക്കാട്ടിലും വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ട് ഒരു പ്രൊഫഷണലി നോട്ട് ചെയ്യുന്നു. ഒരു അമച്വറായിട്ടുള്ള ആള് ഇവിടെ നിന്ന് മാർക്കറ്റ് വീണ്ടും താഴേക്ക് ഫാൾ ആകും എന്ന് തന്നെയായിരിക്കും ആളുടെ മനസ്സിലെ വിചാരം. ടെക്നിക്കലി ഉള്ള കാര്യങ്ങൾ പഠിച്ചതും മാർക്കറ്റിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസും കൂടെ ചേർത്തുകൊണ്ട് പ്രൊഫഷണൽ ഈ ചാർട്ടിനെ ബൈങ് നടന്നതിന് ശേഷം വരുന്ന സെല്ലിംഗ് പ്രഷറിന് സ്ട്രെങ്ത് കുറവാണ്, സെല്ലേഴ്സിന്റെ പവർ കുറഞ്ഞു വരുന്നു, അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടെ നടക്കേണ്ടത് ബൈങ് ആണ് എന്ന് തന്നെയായിരിക്കും ആ ആള് പ്രൊഫഷണൽ ആയിട്ടുള്ള അയാൾ ചിന്തിക്കുക. അങ്ങനെ നടന്നാൽ മാത്രമേ അയാൾക്ക് ഇവിടെ ബയേഴ്സ് ഉണ്ട് എന്ന് വിശ്വസിക്കൂ. അതുവരെ വളരെ ക്ഷമയോടുകൂടി കാത്തിരിക്കും. ഈ മൂവിനെ ഒരിക്കലും ഒരു പ്രൊഫഷണലിലെ ഒരു ട്രേഡിങ് സെറ്റപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഒരു എൻട്രി എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യില്ല. പകരം ആ ആൾ എന്താണ് വെയിറ്റ് ചെയ്യുക, ഇവിടെ നിന്നും മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ അവസാനം വിറ്റ വില, ആദ്യം വിറ്റ വില ഇതാണ്, അവസാനം വിറ്റ വില ഇതാണ്. ഇവിടെ ചെല്ലുമ്പോൾ വീണ്ടും ഒരു സെല്ലിങ് നടക്കും. ഇവിടെ സെല്ലേഴ്സ് ഉണ്ട്, ഈ റേഞ്ചിന്റെ ഈ ഒരു ലെവലിൽ സെല്ലേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ഇവിടെ നിൽക്കുന്ന സെല്ലേഴ്സ് ഇവിടെ പരാജയപ്പെട്ടാൽ മാത്രമേ, അവരെ തോൽപ്പിക്കാനുള്ള പവർ ബയേഴ്സിന് കിട്ടിയെങ്കിൽ മാത്രമേ ഈ മാർക്കറ്റ് മുകളിലേക്ക് പോകുള്ളൂ എന്ന് ഒരു പ്രൊഫഷണൽ ചിന്തിച്ച് വളരെ ക്ഷമയോടുകൂടി അദ്ദേഹം അത് നോക്കിക്കൊണ്ടേയിരിക്കും. മാർക്കറ്റ് വാച്ച് ചെയ്യുകയും ഒപ്പം ഇത്തരം ചിന്തകൾ മാത്രമായിരിക്കും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടാവുക. ഇവിടെ ഇനിയും സ്ട്രെങ്തൻ ചെയ്യേണ്ടത് ബയേഴ്സ് ആണ്. കാരണം പ്രൈസ് താഴെ വരികയും അങ്ങനെ ഇവിടെ ഒരു ബൈങ് പ്രഷർ നടക്കുകയും ചെയ്ത ഒരു ഏരിയയിലാണ് ഇപ്പോൾ ബയർ ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ടെക്നിക്കൽ അനാലിസിസ് ചെയ്യേണ്ടെന്നല്ല, തീർച്ചയായിട്ടും ഇൻഡിക്കേറ്റർ കൺഫർമേഷൻ ഒക്കെ ട്രേഡിങ്ങിൽ നല്ലത് തന്നെയാണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇവിടെ ബയേഴ്സും സെല്ലേഴ്സിന്റെയും ഫൈറ്റിംഗ് തന്നെയാണ് നടക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് മുകളിലേക്ക് പ്രൈസ് കയറി പോയപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസിന്റെ, ഈ ഒരു സെല്ലിംഗ് പവർ കാണിച്ചിടത്ത് നിന്നും മാർക്കറ്റ് അല്പം കൂടെ മുകളിലേക്ക് പോയ ശേഷം അദ്ദേഹം എന്താണോ ഇവിടെ പ്രതീക്ഷിച്ചത് അതേപോലെ തന്നെ സെല്ലിങ് താഴേക്ക് വരുന്നു. ഇങ്ങനെ താഴേക്ക് വന്നപ്പോൾ മാർക്കറ്റ് നേരത്തെ സ്റ്റോപ്പായി നിന്ന ഫസ്റ്റിൽ വന്ന് സ്റ്റോപ്പ് ആവുകയും ഇവിടെ ഒരു ബൈങ് പ്രഷർ നടക്കുകയും ചെയ്ത ഏരിയയിലേക്ക് ആണ് മാർക്കറ്റ് ഇപ്പോഴും വന്ന് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് വീണ്ടും ബൈ ചെയ്ത് മുകളിലേക്ക് പോകാനുള്ള പവർ ഈ മാർക്കറ്റിനുണ്ട് എന്ന് ഒരു പ്രൊഫഷണൽ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം മിനിമം റിസ്കിൽ ഒരു ട്രേഡ് അറ്റൻഡ് ചെയ്യാൻ തയ്യാറാകും. എല്ലാ ട്രേഡിനും 50-50 ചാൻസ് ആണ് വിജയിക്കാൻ സാധ്യതയുള്ളത്. ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാള്, പേടിയില്ലാത്ത, മാർക്കറ്റിനെ ഭയത്തോടു കൂടി നോക്കി കാണാത്ത ഒരാള്, കൃത്യമായ ഒരു പ്ലാനിങ്ങിന്റെ പുറത്ത് മാത്രം ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ മിനിമം റിസ്ക് എടുക്കുന്ന ഒരാള് ഒരു പ്രൊഫഷണൽ രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യുകയും ഒപ്പം ആ ട്രേഡിംഗ് മെത്തേഡിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ടാർഗറ്റ് കിട്ടാതെ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകാതെ അത് മാർക്കറ്റിൽ നിന്ന് പുറത്തു വരത്തില്ല എന്ന ഒരു സൈക്കോളജിക്കൽ ഫിറ്റ്നസ്, ട്രേഡിംഗ് സൈക്കോളജിയുടെ ഫിറ്റ്നസ് കിട്ടിയ ഒരാൾ ഈ ഒരു മാർക്കറ്റിന്റെ താഴേക്കുള്ള മൂവ് ഇവിടെ അവസാനിച്ച് കഴിയുമ്പോൾ അദ്ദേഹം മനസ്സിൽ കരുതുന്നത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ: നേരത്തെ ബൈ നടന്ന ഈ ഒരു ലൊക്കേഷനിൽ നിന്നും വീണ്ടും ബൈയിങ് ഇവിടെ നടക്കും. കാരണം ഈ ബൈയിങ്ങിന്റെ സ്ട്രെങ്തിന്, ഇവിടെ നടന്ന ബൈയിങ്ങിന്റെ സ്ട്രെങ്തിന് അവസാനം വന്ന സെല്ലറെ തോൽപ്പിക്കാനുള്ള പവർ ഈ ചാർട്ടിൽ ഇപ്പോൾ കാണിച്ചിട്ടുണ്ട്. സോ ഇവിടെ നിന്നും ഞാനൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യും.
അങ്ങനെയാണെങ്കിൽ ഞാൻ എടുക്കുന്ന റിസ്ക് ഇവിടെ 15 പോയിന്റോ അല്ലെങ്കിൽ ഒരു 11 പോയിന്റിന്റെയോ റിസ്ക് എനിക്ക് ഇവിടെ എടുക്കാം. ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം ആ ട്രേഡ് അറ്റൻഡ് ചെയ്യുന്നു. 1:1.5 എക്സിറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ 1:2 വേണമെങ്കിലും എക്സിറ്റ് ചെയ്യാം. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു 24 പോയിന്റ് കിട്ടാതെ അദ്ദേഹത്തിന് എക്സിറ്റ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് 24 പോയിന്റോ അല്ലെങ്കിൽ ഒരു 30 പോയിന്റോ കിട്ടാതെ അദ്ദേഹത്തിന് എക്സിറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം റിസ്ക് റിവാർഡാണ് ഈ ട്രേഡിങ്ങിലെ നമ്മളെ ഷെയർ മാർക്കറ്റിൽ പിടിച്ചു നിർത്തുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം. ലോസ് വരുമ്പോൾ ചെറിയ ലോസ് ബുക്ക് ചെയ്യാനും പ്രോഫിറ്റ് കിട്ടുമ്പോൾ 1:2 റിസ്ക് റിവാർഡ് മിനിമം എടുക്കാനും കപ്പാസിറ്റി ഉള്ള ഒരു സൈക്കോളജിക്കൽ ഫിറ്റ്നസ് ഉള്ള ഒരാളിന് മാത്രമേ മാർക്കറ്റിൽ നിന്നും കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാർക്കറ്റിൽ നിലനിൽക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഒരു സത്യം. ഇവിടെ നിന്നും ഈ ഒരു ക്യാൻഡിലിന്റെ ബൈങ് പ്രഷർ കണ്ടപ്പോൾ ഇവിടെ നിന്നും ട്രേഡ് എടുക്കാൻ ഒരു പ്ലാനിങ് വേണമെങ്കിൽ നടത്താം. അതല്ലെങ്കിൽ ഈ ഒരു ബൈങ്ങിന് ശേഷം വരുന്ന സെല്ലർ വളരെ വീക്കായിട്ടുള്ള സെല്ലർ ആണെന്നും ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ ചെറിയ ക്യാൻഡിലിന്റെ റെഡ് ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ വേണമെങ്കിൽ എടുക്കാമെന്നും ഇങ്ങനെ പല രീതിയിലുള്ള പ്ലാനുകൾ ഉണ്ടാക്കാം. അതോടൊപ്പം ഇവിടെ ട്രെൻഡ് ലൈനിന്റെ സാധ്യത യൂസ് ചെയ്തുകൊണ്ട് ട്രേഡ് എടുക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇവിടെ നിന്നും ഒരു ലൈൻ കണക്ട് ചെയ്ത് ഇവിടുത്തെ ഒരു ട്രെൻഡ് ലൈനിനെ ഇവിടുത്തെ ഒരു റെസിസ്റ്റൻസിനെ കണക്ട് ചെയ്തുകൊണ്ട് വരച്ചാൽ ഈ ഒരു ബ്രേക്ക്ഔട്ടിൽ ട്രേഡ് എടുക്കാൻ കഴിയും. ഇങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്ക് മാർക്കറ്റിനെ അനാലിസിസ് ചെയ്യാമെങ്കിലും അൾട്ടിമേറ്റ്ലി ഇവിടെ വർക്ക് ചെയ്യേണ്ടത് ബയേഴ്സ് ബൈ ചെയ്തിട്ടുണ്ടോ, സെല്ലേഴ്സ് സെല്ല് ചെയ്ത ഏരിയയിൽ വരെ ഇത് കയറിപ്പോകാനുള്ള സാധ്യതയുണ്ട് എന്ന രീതിയിൽ മാർക്കറ്റിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ അവിടുന്ന് ധൈര്യപൂർവ്വം ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള മെന്റൽ സ്ട്രെങ്ത്, മാനസികമായ ധൈര്യമാണ് ഇവിടെ നമ്മൾ ഉണ്ടാക്കേണ്ടത്. അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോകാം, താഴേക്ക് വരാം. പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ഇവിടെ പല രീതിയിലുള്ള കളികൾ നമ്മളെ പ്രകമ്പിപ്പിക്കുകയും പേടിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന പല ആക്ടിവിറ്റീസും ഇവിടെ നടക്കാം. പക്ഷെ അതിലൊന്നും നമ്മൾ വീണു പോകാതെ സൈക്കോളജിക്കൽ ഫിറ്റ്നസ് കിട്ടിയ മാർക്കറ്റിലെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളിന് ആ ട്രേഡിൽ അദ്ദേഹത്തിന് കിട്ടേണ്ട കൃത്യമായ ടാർഗറ്റ് കിട്ടിക്കഴിയുമ്പോൾ ആ മാർക്കറ്റിൽ നിന്നും പുറത്ത് കടക്കുക എന്ന ഡിസിപ്ലിനോട് കൂടി ചെയ്യുന്ന ഒരാളിന് ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ആകാൻ കഴിയും. ഇവിടെ സ്റ്റോപ്പ് ലോസ് അടിച്ചില്ല, ഒരു സൈഡ് വേ മാർക്കറ്റാണ്. ഈ മാർക്കറ്റ് ഏത് ടൈപ്പ് ഓഫ് മാർക്കറ്റിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, അതിൽ ഏത് ട്രെൻഡാണ് ഇപ്പൊ നിലവിൽ മാർക്കറ്റിനുള്ളത്, ഇതെല്ലാം ഐഡന്റിഫൈ ചെയ്ത് കൃത്യമായ സൈക്കോളജിക്കൽ ഫിറ്റ്നസോട് കൂടി ഒരു ട്രേഡ് അറ്റൻഡ് ചെയ്യുന്ന ട്രേഡർക്ക് ഒരു 100 ട്രേഡ് എടുക്കുമ്പോൾ അതിൽ 80 എണ്ണമെങ്കിലും വിജയിച്ചാൽ പോലും അങ്ങനത്തെ ഒരു സ്ട്രാറ്റജിയിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും അദ്ദേഹത്തിന് നല്ല പ്രോഫിറ്റിൽ ആ മന്തോ അല്ലെങ്കിൽ ആ ഇയറോ ക്ലോസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഒരു സത്യം. ഇവിടെ സ്റ്റോപ്പ് ലോസ് അടിക്കുമോ അല്ലെങ്കിൽ ഈ മാർക്കറ്റ് ഇനിയും വീണ്ടും ഇവിടെ വരെ പോയിട്ട് വീണ്ടും താഴേക്ക് വരുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് മാർക്കറ്റിനെ നോക്കിക്കാണുന്ന ഒരാളിന് ഒന്നെങ്കിൽ ഈ ഒരു മൂവ് കണ്ട ശേഷം വീണ്ടും ഈ ഒരു റെഡ് ക്യാൻഡിലിൽ ഭയക്കുകയും ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ അദ്ദേഹം എൻട്രി എടുക്കുകയും ചെയ്താൽ, ഇവിടെ നിന്നും അദ്ദേഹം ഒരു എൻട്രി എടുക്കുകയും ചെയ്താൽ സ്റ്റോപ്പ് ലോസ് അടിക്കും എന്നുള്ളത് ഷുവറാണ്. കാരണം അദ്ദേഹം എടുത്തിരിക്കുന്ന റിസ്ക് മാക്സിമം ഒരു 10 പോയിന്റിന്റെയോ 15 പോയിന്റിന്റെയോ മാത്രമേ ഈ സ്വിംഗ് ലോയിലാണ് ഇത് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അപ്പൊ ഇത്തരം കളികളിലൊക്കെ റീസെല്ലേഴ്സ് പെടും എന്ന് അറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് മാർക്കറ്റിന്റെ ഗതിയെ പ്ലാൻ ചെയ്യാൻ കഴിവുള്ള ഫണ്ട് മാനേജേഴ്സ് ആണ് ഇൻട്രാഡേ ഓപ്ഷൻ ബയറുടെ ഓപ്പോസിറ്റ് ഉള്ളത് എന്നുള്ള വസ്തുത മറന്നു പോകാതെ നമുക്ക് കൃത്യമായ ട്രേഡിംഗ് സൈക്കോളജിയിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ട്രേഡിംഗ് പഠിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു സത്യം. താങ്ക് യു വെരി മച്ച്.